രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. മൊത്തം 127 സൈനികർക്കാണ് മെഡലുകൾ ലഭിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ചവർക്ക് 3 സൈനിക വിഭാഗങ്ങളും മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേർക്ക് കീർത്തിചക്രയും 15 പേർക്ക് വീർചക്രയും 15 പേർക്ക് ശൗര്യചക്രയും ലഭിക്കും. കൂടാതെ 58 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലും 26 പേർക്ക് വായുസേനാ മെഡലും 9 പേർക്ക് യുദ്ധസേവാ മെഡലും നൽകും. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ വിജയമാണ് എടുത്തു കാണിച്ചത്. ഒപ്പം തന്നെ രാജ്യത്തെ വിഭജിച്ച ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുക കൂടി ചെയ്തു രാഷ്ട്രപതി ദ്രൗപദി മുർമു. സമഗ്ര വിവരങ്ങൾ. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രാജ്യമെങ്ങും ഹർ ഘർ തിരങ്ക ആ ഒരു ആഹ്വാനത്തിന് കീഴിൽ, പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് കീഴിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും അതോടൊപ്പം തന്നെ നാളെയുമായി ആഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ യശസ്, രാജ്യത്തിന്റെ കരുത്ത് വിളിച്ചറിയിച്ച ഓപ്പറേഷൻ സിന്ദൂർ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ സൈനിക സേവാ മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സേനാ മെഡലിനൊപ്പം തന്നെ പോലീസ് മെഡലുകളും പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും വിശിഷ്ട സേവാ മെഡലിന് ഒരാൾ അർഹത നേടിയിട്ടുണ്ട്. 10 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും കിട്ടി. ഇനി സേനാ മെഡലിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മൊത്തം 127 സൈനികർക്കാണ് മെഡലുകൾ ലഭിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്ക് വഹിച്ചവർക്ക് 3 സൈനിക വിഭാഗങ്ങൾക്കും മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേർക്ക് കീർത്തിചക്രയും 15 പേർക്ക് വീർചക്രയും 15 പേർക്ക് ശൗര്യചക്രയും ലഭിക്കും. 58 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലും 26 പേർക്ക് വായു സേനാ മെഡലും 9 പേർക്ക് യുദ്ധസേവാ മെഡലും ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് 9 വൈമാനികർക്ക് ലഭിക്കാൻ പോകുന്ന വീർചക്രയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത വ്യക്തികളാണ് ഇവർ, സൈനികരാണ് ഇവർ. പാകിസ്ഥാനിലെ മുരിദ് ബഹാവൽപൂർ എന്നിവിടങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം നടത്തിയ പൈലറ്റുമാരാണ് ഇവർ. അതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ രഞ്ജിത് സിംഗ് സിദ്ധു, മനീഷ് അറോറ, അനിമേഷ് പട്നി, കുനാൽ കൽറ, വിംഗ് കമാൻഡർ ജോയ് ചന്ദ്ര, സ്ക്വാഡ്രൺ ലീഡർമാരായ സർത്തക് കുമാർ, സിദ്ധാന്ത് സിംഗ്, റിസ്വാൻ മാലിക്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ആർഷീർ സിംഗ് താക്കൂർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായ വൈമാനികർ എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി മേഖലകളിലായി ഇത്തരത്തിൽ അവാർഡുകളുണ്ട്. മലയാളിയായ നാവികസേനാ കമാൻഡർ വിവേക് കുര്യാക്കോസിന് ധീരതയ്ക്കുള്ള നാവികസേനാ മെഡൽ ലഭിക്കും എന്നുള്ളതാണ്. മലയാളി വൈസ് അഡ്മിറൽ AN പ്രമോദിന് യുദ്ധസേവാ മെഡലും ലഭിക്കും. BSFലെ 2 പേർക്ക് വീർചക്ര പുരസ്കാരവും സമ്മാനിക്കും എന്നുള്ളതാണ് ഇതോടൊപ്പം എടുത്തു പറയേണ്ടത്. അതായത് മലയാളികൾക്കടക്കം സേനാ മെഡലുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലെ യുദ്ധവീരന്മാരെ രാജ്യം നെഞ്ചോട് ചേർക്കുന്നു സേനാ മെഡലിലും എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതാണിപ്പോൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ ശ്രീകാന്ത്.